വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ ത്രൂ ദ ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങളിലൂടെ. അതിൻ്റെ നമ്മൾ 1ഉം 2ഉം പാർട്ടൊക്കെ ഇട്ടതാണ്. ഇതിനകത്തിൽ ഫുൾ നോട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എഴുതിയെടുത്തവർക്കും പിന്നെ ഇനി എഴുതാനുള്ളവരും ഒക്കെ അങ്ങ് എഴുതിയെടുത്തോണം. ആദ്യമേ അതിൻ്റെ ഒരു 10 വൺ വേഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷും നമ്മൾ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് നമ്മളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കണേ. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് പെട്ടെന്നൊന്ന് ചോദിച്ചാൽ കേട്ടോ നമുക്ക് പറയാനറിയണം. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നത്? 71% കേട്ടോ. 71% വെള്ളമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഓഷനാണ് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷൻ. നമ്മൾ അറ്റ്ലാന്റിക് ഓഷൻ പഠിക്കുമ്പോൾ അതിനകത്തിലുണ്ട് കേട്ടോ. എസ് ആകൃതിയാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നീളമുള്ള പർവ്വതനിര ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നീളമുള്ള പർവ്വതനിര ഏതാണ്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങളെ ഇപ്പം ചോദിക്കും മലയാളം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് എങ്ങനെയാണ്? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നീളമുള്ള പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ജലചക്രത്തിൽ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയ എന്താണ്? ജലചക്രം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ സൈക്കിള് അല്ലേ? വാട്ടർ സൈക്കിള്. ഈ ജലചക്രത്തിൽ ജലകണികകൾ അതിനകത്തിൽ നമ്മൾ പറഞ്ഞതില്ലേ പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടി പഠിച്ചതാ. ഇപ്പം ഞാനതൊന്നും കൂടെ പറയാം. പ്രെസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്നാണ് അതിൻ്റെ മലയാളം. നമ്മുടെ അന്തരീക്ഷത്തിലെ ജലകണികകൾ എന്താ നീരാവിയായിട്ട് മേളിൽ പോയിട്ട് മേഘങ്ങളായിട്ട് നിൽക്കും അല്ലേ? ഇത് കൂടുതൽ ഇങ്ങനെ വെള്ളം മേപ്പോട്ട് ആവിയായിട്ട് മേപ്പോട്ട് ചെന്ന് എന്നതാ ഈ മേഘങ്ങൾക്ക് കട്ടി കൂടും അല്ലേ? ഈ ജലകണികകളുടെ വലിപ്പം കൂടുമ്പം അവിടെ നിൽക്കാൻ പറ്റാതെ അത് എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതാണ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന് പറയുന്നത്. അടുത്തത് ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8 കേട്ടോ. ലോക ഓഷൻ ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ 8. ജാവ ട്രെഞ്ച് എന്നറിയപ്പെടുന്ന ഏറ്റവും ആഴമേറിയ ഭാഗം ഏത് സമുദ്രത്തിലാണ്? നമ്മൾ 4 സമുദ്രത്തിൻ്റെയും ഡീപ്പസ്റ്റ് പോയിന്റ് പഠിക്കുന്നുണ്ട്. അതിൽ ജാവ ട്രെഞ്ച് എന്നറിയപ്പെടുന്ന ഏറ്റവും ആഴമേറിയ ഭാഗം അത് ഏത് സമുദ്രത്തിൻ്റെയാണ്? ഇന്ത്യൻ സമുദ്രത്തിലാണ് കേട്ടോ. ഇന്ത്യൻ സമുദ്രം. സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിനെ സമുദ്രശാസ്ത്രം എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഉപ്പുവെള്ളം കേട്ടോ? ലവണം ഉപ്പുവെള്ളം ഉള്ളത്? ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനം ജലമുണ്ടെന്ന? 71% ഭൂമിയുടെ ഉപരിതലത്തിൽ ജലമാണെന്നാണ് പറഞ്ഞത്. ഈ ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഉപ്പുവെള്ളമുള്ളതെന്നാണ് കേട്ടോ. 97% എന്താണ്? ഉപ്പുവെള്ളമാണ്. ജലചക്രത്തിൽ ബാഷ്പീകരണത്തിന് വിപരീതമായ പ്രക്രിയയെ എന്ത് പറയുന്നു? ജലചക്രം എന്ന് വെച്ചാൽ വാട്ടർ സൈക്കിൾ ആവും. നിങ്ങളെ അത് പടം ഉൾപ്പെടെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. അവിടെ ബാഷ്പീകരണം നടക്കുക കേട്ടോ. ഇവാപറേഷൻ നടക്കുമ്പോൾ അതിന് വിപരീതം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? കണ്ടൻസേഷൻ ആണ് കേട്ടോ. സാന്ദ്രീകരണം എന്ന് പറയും കണ്ടൻസേഷന്. കടൽനിരപ്പ് ഇടവിട്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. അതിനുപയോഗിക്കുന്ന പദം എന്ന് വെച്ചാൽ വേലിയേറ്റം എന്നാണ് കേട്ടോ. ടൈഡ്സ് നമ്മളതൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. കടൽനിരപ്പുണ്ടല്ലോ അത് ഇടവിട്ട് ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് വേലിയേറ്റവും വേലിയിറക്കവും എന്നൊക്കെ കേട്ടോ. വേലിയേറ്റം നമ്മൾ ആ ടൈഡ്സിനെ കുറിച്ച് ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല. ഇത് നിങ്ങൾ ഈ ചോദ്യം എങ്ങനെ കേട്ടാലും അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമ്മൾ നോട്ട് എഴുതിയെടുത്തവർ ഞാനൊന്ന് ഓടിച്ചിട്ട് വായിച്ചു പോകും. നിങ്ങളെ അഥവാ ആദ്യമായിട്ട് കാണുന്നതെങ്കിലോ ഞാനിത് ഓൾറെഡി രണ്ട് പാർട്ട് 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അങ്ങ് എഴുതിയെടുത്തോ. ഞാൻ ഇച്ചിരി സ്പീഡിൽ വായിച്ചങ്ങ് പോവാം കേട്ടോ. ഡാഷ് ഈസ് വൺ ഓഫ് ദ മേജർ കോമ്പോണൻറ്റ്സ് ദാറ്റ് റീറ്റെയിൻസ് ലൈഫ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഏത്? വാട്ടർ അല്ലെങ്കിൽ ജലം. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഇപ്പം നമ്മൾ വൺ വേഡി പറഞ്ഞതാ. എന്താ ഇംഗ്ലീഷ് ഇതിനകത്തിലുണ്ടേ? മുമ്പ് നിങ്ങൾ വായിച്ചപ്പോൾ ഇംഗ്ലീഷ് ഇല്ലെന്നാൽ എല്ലാം ഇതിനകത്തിലുണ്ട് കേട്ടോ. ഭൗമോപരിതലത്തിൻ്റെ 71% ജലമാണ്. ഇനി ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്?
നോക്കിക്കേ, ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ, ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ, ബാക്ക് വാട്ടേഴ്സ് കായലുകൾ, ലേക്സ് തടാകങ്ങൾ, റിവേഴ്സ് നദികൾ, സ്ട്രീംസ് അരുവികൾ, സ്പ്രിങ്സ് ഉറവകൾ, റിസർവേഴ്സ് അല്ലെ ജലസംഭരണികൾ, വെൽസ് കിണറുകൾ. ഇത് ഇത്രയും പടം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണത്തിൻ്റെ പടം തന്നിട്ടുണ്ട്. ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ ഏതെല്ലാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. ഓക്കെ ആണല്ലോ, 3 വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത 4, നമുക്ക് ഈ വെള്ളം പല രീതിയിലുണ്ടെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ഉപരിതല ജലസ്രോതസ്സുകളുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലസ്രോതസ്സുകളുമുണ്ട്, ഭൂഗർഭ ജലസ്രോതസ്സുകളുണ്ട് കേട്ടോ. ഭൂമിക്ക് അടിയിൽ സർഫസ് വാട്ടർ സോഴ്സ് ആർ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് അല്ലേ. ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു അല്ലേ. എന്നാൽ അണ്ടർഗ്രൗണ്ട് സോഴ്സസോ ആർ ഫൗണ്ട് ജസ്റ്റ് ബെനീത്ത് ദ സർഫേസ് ഇൻസൈഡ് ദ എർത്ത് അല്ലേ. ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നു കേട്ടോ. നമ്മുടെ ഭൂമിക്കുള്ളിൽ എളുപ്പത്തിൽ പറയാനാണെങ്കിൽ എന്താ, ഭൂമിയുടെ പുറമേ കാണുന്നതും ഭൂമിക്കുള്ളിൽ കാണപ്പെടുന്നതും അല്ലേ. പുറമേ ഉള്ളതിനെ ഉപരിതല ജലസ്രോതസ്സെന്നും ഉള്ളിലുള്ളതിനെ അകത്ത്, നമ്മൾ കിണറും ഒക്കെ പറയത്തില്ല അകത്ത്, ഭൂമിക്ക് അകത്ത് അല്ലേ. ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഭൂഗർഭ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മളോട് ചോദിക്കുക, അതിനിങ്ങനെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കുറേ പടം തന്നിട്ട് ഇതിനകത്തിൽ ഉപരിതല ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഏതെല്ലാമാണ് കേട്ടോ. ഉപരിതല ജലസ്രോതസ്സുകൾ ഏതാണ്, ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഏതാണ്, ഏതൊക്കെയാണെന്ന് നോക്കൂ കുഞ്ഞുങ്ങൾ. ഇവിടെ റിവർ, ഓഷൻസ്, ലേക്സ് ഇതെല്ലാം എന്താണ്, ഉപരിതല ജലസ്രോതസ്സുകളാണ്. എന്നാൽ സ്പ്രിങ് നീരുറവ അല്ലെ, സ്പ്രിങ് എന്ന് വെച്ചാൽ നീരുറവ, വെൽ കിണർ, ബോർവെൽ എന്ന് വെച്ചാൽ കുഴൽ കിണർ, ഇതെല്ലാം ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. ഭൂമിക്ക് ഉപരിതല ജലസ്രോതസ്സുകളാണ് റിവറുകളും ഓഷൻസുകളും ലേക്സും എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നദികളും സമുദ്രങ്ങളും തടാകങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലേ, അത് ഉപരിതല ജലസ്രോതസ്സുകളാണ്. എന്നാൽ കിണർ അല്ലേ, കിണർ ഭൂമിക്ക് ഉള്ളിൽ നമ്മൾ കുഴിച്ച് ചെല്ലുമ്പോൾ അല്ലേ കിണർ, അതുപോലെ കുഴൽ കിണറുകൾ, സ്പ്രിങ്സ് നീരുറവ ഇതെല്ലാം എന്താണ്, ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്. ഓക്കെ ആണല്ലോ 6. അടുത്ത 7ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ദിവസവും നമ്മൾ കിണറാണ് കൂടുതൽ അല്ലേ, കിണറിൽ നിന്നും മോട്ടർ അടിച്ചാണ് അല്ലേ നമ്മൾ എപ്പോഴും വെള്ളം മുറിക്കകത്ത് എടുക്കുന്നത്. ഇനി സ്പ്രിങ്സ് നീരുറവയിൽ നിന്ന് എടുക്കുന്നുണ്ട്, ബോർവെല്ല് കുഴൽ കിണർ, റിവർ നദികളിൽ നിന്നും നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട് അല്ലേ. ദൈനംദിന ആവശ്യങ്ങൾക്ക് ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് എടുക്കുന്നുണ്ടെന്നാ. അപ്പം ഈ 4 പേരും എക്സെട്ര കൊടുക്കണം കേട്ടോ. അടുത്തത്, ഇൻസ്പൈറ്റ് അവർ കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ലിവിങ് ബീയിങ് വൈ ഡസിൻറ്റ് ദ വാട്ടർ റൺ ഔട്ട്. ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? അത് നല്ലൊരു ചോദ്യം കേട്ടോ. നമ്മളെല്ലാം വെള്ളം ഇങ്ങനെ അല്ലേ, ജലം എന്നും എടുക്കുന്നുണ്ട്. ജീവജാലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മളും ഇല്ലേ, ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടാണെന്ന്. എന്താ നിങ്ങളെ, ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, അതായത് വാട്ടർ സൈക്കിൾ എന്നാൽ എന്തെന്ന് ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്. സർക്കുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്നാൽ എന്തെന്ന് ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലിക്റ്റഡ് ഡെസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. അതായത് ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ ജലമണ്ഡലം എന്നാണ്. എന്താണ് ഈ ജലമണ്ഡലം എന്ന് ഇപ്പം നമ്മൾ പറയും. ഈ ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രീയ ചലനത്തിൻ്റെ, ഈ ചാക്രീയ ചലനം എന്ന് വെച്ചാൽ ജലപരിവൃത്തി, വാട്ടർ സൈക്കിള്, അതിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. എന്തുകൊണ്ടാണ് തീർന്നു പോകാത്തത്? ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രീയ ചലനത്തിൻ്റെ ഫലമായാണ് ഈ ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ സൈക്കിള് ഇൻ ദ ഹൈഡ്രോസ്ഫിയർ അല്ലേ, ഹൈഡ്രോസ്ഫിയർ വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലിക്റ്റഡ് ഡിസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഹൈഡ്രോസ്ഫിയർ എന്നാൽ എന്താണെന്ന് ഇപ്പം നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ, ജലമണ്ഡലം എന്നാൽ എന്താണ്? ദ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫേസ്, ഇൻറ്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്.
The hydrosphere is the total mass of water found in the earth's surface, interior and atmosphere in solid, liquid and gaseous state. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായിട്ട് കാണപ്പെടുന്ന ആകെ ജലത്തിന് പറയുന്ന പേരാവും നിങ്ങളെ ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ. എന്താ, കട്ടിയായിട്ടും ലിക്വിഡായിട്ടും അല്ലേ, വായുവായിട്ടും, അതായത് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുമുണ്ട് അന്തർഭാഗത്തുമുണ്ട് അല്ലേ, പിന്നെ അന്തരീക്ഷത്തിലുമുണ്ട്. ഇത് കാണപ്പെടുന്ന ആകെ ജലത്തിന് പറയുന്ന പേരാണ് ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ. ഓക്കെ ആണോ? 9 അടുത്ത 10ാമത്തെ ചോദ്യം, എന്താണ് വാട്ടർ സൈക്കിൾ? നമ്മളിപ്പോൾ വാട്ടർ സൈക്കിളിനെ കുറിച്ച് ഒത്തിരി വട്ടം പറഞ്ഞല്ലേ, ജലചക്രം എന്നോ ജലപരിവൃത്തി എന്നോ കേട്ടോ. ജലചക്രം എന്നാണ് ഇപ്പം പുതിയ ജലപരിവൃത്തി എന്നാണ് ടെസ്റ്റിൽ കേട്ടോ, ജലപരിവൃത്തി അല്ലെ, ജലചക്രം എന്ന് പറഞ്ഞാലും ശരിയാ. വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് അണ്ടർ ഇറ്റ്സ് സർഫേസ് ആൻഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രീയ ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായിട്ടുള്ള ജലത്തിൻ്റെ ചാക്രീയ ചലനമാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. കേട്ടല്ലോ? വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഈ വാട്ടർ സൈക്കിളിനെ കുറിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും അതിനകത്തൊരു കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? നോക്കണേ, അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒന്ന് നോക്കണേ. ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, കാരണം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തു ഈ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലപരിവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, പലതരത്തിൽ ജലസ്രോതസ്സുകളുണ്ടെന്ന് നമ്മളിപ്പോൾ ഹൈഡ്രോസ്ഫിയറിൽ പറഞ്ഞു. ഏതൊക്കെയാണ് നിങ്ങളെ? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും അന്തർഭാഗത്തും ഒക്കെ കാണപ്പെടുന്ന ജലത്തിനെ ജലമണ്ഡലം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. എന്ന് പറയുന്നത് ഈ ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ഈ ജലം ബാഷ്പീകരണത്തിലൂടെ എന്ന് വെച്ചാൽ ആവിയായിട്ട്, നീരാവിയായിട്ട്, ആ ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് അങ്ങ് മാറുന്നു. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ പലതരത്തിലുള്ള ജലസ്രോതസ്സുകളിലുണ്ട് അല്ലേ. അങ്ങനെയുള്ള ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് അങ്ങ് മാറും. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന ഈ നീരാവി ഘനീഭവിച്ച് മേഘങ്ങളായിട്ട് അങ്ങ് രൂപം കൊള്ളും. അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെയാണ് നീരാവിയായിട്ട് മാറുന്നത്. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന ഈ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. ഈ മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞും തുഷാരം കേട്ടോ, ഡ്യൂ, ഫോഗ് എന്നൊക്കെ പറയും, തുഷാരം എന്നിവയും ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്. ഇനി വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. വർഷണം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? പ്രസിപ്പിറ്റേഷൻ. ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, എന്താ, നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ വെള്ളം ഉണ്ടല്ലോ, സൂര്യൻ്റെ ചൂട് കൊണ്ട് ആവിയായിട്ട് ഇതങ്ങ് മേളിലോട്ട് പോകും അല്ലേ. നല്ലപോലെ തിളയ്ക്കും. നമ്മുടെ നദികളിലൊക്കെ വെള്ളം നല്ലപോലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നിങ്ങൾ ദൂരെ നോക്കുമ്പോൾ അറിയാം ഇത് മേപ്പോട്ട് നമുക്ക് എന്താ ചില ഇതിലൊക്കെ നമുക്ക് മേപ്പോട്ട് അതിൻ്റെ ആവി മേപ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ മേപ്പോട്ട് എന്താ നീരാവിയായിട്ട് പോയിട്ട് മേളിൽ ചെന്ന് കാർമേഘമല്ല മേഘങ്ങളായിട്ട് അങ്ങ് മാറുന്നു. ഈ മേഘങ്ങൾ ഒരുപാട് ഇങ്ങനെ മേളിലോട്ട് ചെന്ന് മേഘങ്ങൾ കൂടുതലായി കഴിയുമ്പോൾ എന്താവും നിങ്ങളെ? അവിടെ അതിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതെന്ത് ചെയ്യുന്നു? താഴോട്ട് വീഴുന്നു. അതാണ് മഴ. അല്ലെങ്കിൽ കട്ടിയായിട്ട് വീഴുവാണെങ്കിൽ എന്താണ്? മൂടൽ മഞ്ഞ്, തുഷാരം, ഫോഗ്, ഡ്യൂ അല്ലേ, പ്രസിപ്പിറ്റേഷൻ. അത് കറക്റ്റ് അങ്ങനെ താഴോട്ട് വീഴുന്നതിന് പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ, മഞ്ഞ് വീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവയൊക്കെ ഈ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് കേട്ടോ. അങ്ങനെ ആ മേഘങ്ങൾ കൂടുതലായി കഴിയുമ്പോൾ എന്താണ്? അവിടെ നിന്ന് അതിന് ആ മേഘങ്ങളായിട്ട് നിൽക്കാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു? ഇത് ഭൂമിയിലേക്ക് വീഴുന്നു. അതാണ് മഴ കേട്ടോ. മഞ്ഞ് വീഴ്ച, ആലിപ്പഴം വീഴ്ച അല്ലേ, ഇതൊക്കെ എന്താണ്? ഈ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ വാട്ടർ സൈക്കിൾ എന്താണെന്ന് പഠിച്ചല്ലോ. നമ്മുടെ എന്താ നദിയിലെയൊക്കെ വെള്ളം എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? സൂര്യൻ്റെ ചൂടേറ്റ് ആവിയായിട്ട് അല്ലേ, നീരാവിയായിട്ട് മേളിൽ ചെല്ലുന്നു. ആ നീരാവി ഘനീഭവിച്ച് മേഘങ്ങളായിട്ട് അങ്ങ് മാറും. ഈ മേഘങ്ങൾ മൂടൽമഞ്ഞും തുഷാരവും ഒക്കെ ആയിട്ട് മാറും. അത് അവിടെ നിന്ന് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വർഷണം, പ്രസിപ്പിറ്റേഷനിലൂടെ ആ ജലകണികൾ ഭൂമിയിലേക്ക് വീഴുന്നു. ഇത് മഴയും മഞ്ഞ് വീഴ്ചയും ആലിപ്പഴം എന്നിവയുടെയൊക്കെ വിവിധ രൂപങ്ങളാണ് കേട്ടോ.
10 അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. 11 ഇപ്പം നമ്മൾ പറഞ്ഞു ഇവാപ്പറേഷനിലൂടെയാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അതിനകത്ത് ഇവാപ്പറേഷന് കണ്ടൻസേഷനും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ബാഷ്പീകരണം എന്നാണ് കേട്ടോ. മലയാളം എന്താണ്? ബാഷ്പീകരണം. ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവകം നമ്മളിപ്പോൾ ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് ചെവിട്ടിലല്ലേ, അതിൻ്റെ ചെവിട്ടിൽ നല്ല തീ ഉണ്ടെങ്കിൽ എന്താ അത് തിളച്ച് ആവിയായിട്ട് മേപ്പോട്ട് പോകുന്നത് കാണും. കറക്റ്റ് ഇതാണ് എന്താണ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോൾ വെള്ളം വെളിയിലെ സമുദ്രവും നദികളും ഒക്കെ എന്താണ് സൂര്യൻ്റെ ചൂടേറ്റ് ഇങ്ങനെ ആവിയായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. അപ്പോൾ കണ്ടൻസേഷൻ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു സാന്ദ്രീകരണം അല്ലെങ്കിൽ ഖനീകരണം. സാന്ദ്രീകരണവും ഖനീകരണവും കേട്ടോ, അങ്ങനെ എങ്ങനെ പറഞ്ഞാലും മതി. ഖനീകരണമാണെങ്കിൽ എന്താ കുഞ്ഞില്ലേ, ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾ ടു ഫോം വാട്ടർ. ഈ വായുവിലെ ജലബാഷ്പം, നമ്മൾ ഈ മേളിലോട്ട് പോകുന്ന ഈ ജലബാഷ്പം തണുത്ത് അവിടെ മേളിൽ ചെല്ലുമ്പോൾ എന്താണ് ഈ നീരാവി മേളിലോട്ട് എന്ന് തണുത്ത് അങ്ങ് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ വായുവിലെ ജലം മേപ്പോട്ട് പോകുന്ന വായുവിലെ നീരാവി ഇല്ലേ കുഞ്ഞുങ്ങളെ, ഈ നീരാവി മേളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, തണുക്കുന്നു. തണുത്ത് അതങ്ങ് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പ്രസിപ്പിറ്റേഷൻ. മുമ്പ് നമ്മൾ പറഞ്ഞ എന്താ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ പറയും, ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫാൾ ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ്സ് cannot hold it further due to its increased weight and size as a result of continuous condensation. വായിക്കാൻ പറ്റണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓരോ വാക്കും എടുത്താണ്, കാരണം ഞാൻ എഴുതിയേക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാം മനസ്സിലാവണമെന്നില്ലല്ലോ കേട്ടോ. ഞാൻ എഴുതുന്നത് മറ്റൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വാക്കും എടുത്തെടുത്ത് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫാൾ ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ്സ് cannot hold it further due to its increased weight and size as a result of continuous condensation. തുടർച്ചയായ ഖനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഇത് മേളിലോട്ട് മേഘങ്ങളായിട്ട് ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്, ഇയാൾക്ക് തങ്ങി നിൽക്കാനേ. വെയിറ്റ് ആകുമ്പോൾ അതിങ്ങി താഴെ പോരത്തില്ല. ഈ ജലകണികളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ അതിന് തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. 13. അടുത്ത 14 ജലത്തിൻ്റെ വിതരണം. അതായത് നമ്മുടെ ടെസ്റ്റിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് കാണിക്കാം. അതാണോ നിങ്ങൾ ഈ പടം നിങ്ങൾ കേട്ടോ നല്ലതുപോലെ ഇതൊന്ന് നോക്കി മനസ്സിലാക്കണേ കേട്ടോ. നമ്മുടെ ഭൂമിയിൽ 3% മാത്രമേ ഉള്ളൂ ശുദ്ധജലം കേട്ടോ. ബാക്കി 97% സലൈൻ വാട്ടറാണ് കേട്ടോ. നമ്മളത് 1 വേടി പഠിച്ചതാണ്. 97% സലൈൻ വാട്ടറാണ്. 3% മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ശുദ്ധജലം കേട്ടോ, ഫ്രഷ് വാട്ടർ. ബാക്കിയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. 97% ഓഫ് വാട്ടർ ഓൺ എർത്ത് ഈസ് സലൈൻ വാട്ടർ. ഭൂമിയിലെ ജലത്തിൻ്റെ 97% ലവണ ജലമാണ്. സലൈൻ വാട്ടർ എന്ന് വെച്ചാൽ ലവണ ജലമാണ് കേട്ടോ. 3% ഓഫ് ടോട്ടൽ വാട്ടർ ഓൺ എർത്ത് ഈസ് ഫ്രഷ് വാട്ടർ. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിൻ്റെ 3% മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടർ. ഭൂമിയിലുള്ള ജലത്തിൻ്റെ 3% മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ശുദ്ധജലം, ബാക്കി മൊത്തം സലൈനാണ് കേട്ടോ. അടുത്ത ഏതൊക്കെയാണ് കോണ്ടിനെൻറ്റുകൾ, ഏതൊക്കെയാണ് ഓഷൻസ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇതെല്ലാം ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെൻറ്റുകളാണ്. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഓഷൻസുകളാണ്, സമുദ്രങ്ങളെക്കുറിച്ചാണ്. പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, സദേൺ ഓഷൻ, ആർട്ടിക് ഓഷൻ എന്നീ 5 ഓഷനുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞത് അതിൻ്റെ ജലത്തെക്കുറിച്ചാണ്, വെള്ളം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അല്ലേ, ഭൂമിയുടെ പുറത്തും അകത്തും ഒക്കെ വെള്ളം ഉണ്ടെന്നും ഒക്കെയാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഓഷൻ, സമുദ്രങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ എന്താണ് ഈ സമുദ്രങ്ങൾ, ആദ്യം അതെന്താന്ന് പറഞ്ഞിട്ട് ഇല്ലേ, എന്താവും നിങ്ങളെ ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്നാൽ എന്താണ്? ഓഷൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെൻറ്റ്.
അല്ലേ? ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കോണ്ടിനെന്റുകൾ അല്ലേ? നമ്മൾ ആ കോണ്ടിനെന്റ് 7 ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ കോണ്ടിനെന്റുകൾക്ക് ഇടയിലായിട്ട് ടെസ്റ്റിൽ അതിൻ്റെ പണം കൊടുത്തിട്ടുണ്ട്. കുറേ കോണ്ടിനെന്റിൻ്റെ പണം കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ അല്ലെങ്കിൽ ഓഷൻ എന്ന് പറയുന്നത്. ഇത് കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. സീസും ബേസും, ബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കടലുകൾ എന്നാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. സീസ് എന്ന് വെച്ചാൽ എന്താ? കടലുകൾ അല്ലേ? BAYS ബേസ് എന്ന് വെച്ചാൽ ഉൾക്കടലുകൾ കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഓഷന്റെ പാർട്ടുകളാണ്, സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി സമുദ്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിനെ കേട്ടോ സമുദ്രശാസ്ത്രം അല്ലെങ്കിൽ ഓഷനോഗ്രഫി എന്നാണ് കേട്ടോ. ഓഷനോഗ്രാഫി, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓഷൻസ്, ഓഷനോഗ്രാഫി, വേൾഡ് ഓഷൻ ഡേ June 8. ഇതൊക്കെ നമ്മൾ വൺ വേർഡിൽ ഇപ്പോൾ പറഞ്ഞായിരുന്നു. എന്താ കുഞ്ഞുങ്ങളെ ഈ സീ അല്ലെങ്കിൽ കടൽ എന്നാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്തു ഈ സീ? എ പാർട്ട് ഓഫ് ഓഷൻസ് ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കാൾഡ് സീ കേട്ടോ. എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെ നമ്മൾ കടൽ എന്ന് പറയുന്നത്. കുറച്ചു മാത്രം, പാർഷ്യലി എന്ന് വെച്ചാൽ കുറച്ച് കേട്ടോ. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ അല്ലെങ്കിൽ സീ എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിക്കണേ. സീ എന്നാൽ എന്താ? കടൽ കേട്ടോ. അടുത്ത ബേ, നമ്മളിപ്പോൾ പറഞ്ഞു ബേ, BAY ബേ, ബേ ബേ ഇല്ലയോ? ഉൾക്കടൽ കേട്ടോ. ആട് കരഞ്ഞല്ല ബേ. ഉൾക്കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷൻസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ ലാൻഡ്. എന്താ നിങ്ങളെ? കരഭാഗത്തിനുള്ളിലേക്ക്, ആ ഒരു വാക്ക് അവിടെ വേണ്ടത്. നമ്മുടെ കരഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. നമ്മുടെ കരഭാഗം ഉണ്ടല്ലോ, നമ്മളൊക്കെ കരയിലല്ലേ താമസിക്കുക. ഈ കരഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ അല്ലെങ്കിൽ ബേ കേട്ടോ. ഉദാഹരണമൊക്കെ കൊടുത്തിട്ടുണ്ടേ. ബംഗാൾ ഉൾക്കടൽ കേട്ടോ, ബേ ഓഫ് ബംഗാൾ കേട്ടോ. സീക്കോ അറേബ്യൻ സീ, അറബിക്കടൽ അല്ലേ? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ കേട്ടോ. അടുത്ത സ്ട്രെയിറ്റ്, സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നീളം അല്ലേ? ആ സ്ട്രെയിറ്റ് അല്ല കേട്ടോ. STRAIT ആണ് സ്ട്രെയിറ്റ്. കടൽ ഇടുക്ക് കേട്ടോ. എ സ്ട്രെയിറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്റ്റഡ് ടു സീസ് ഓർ ഓഷൻസ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ്. അതായത് പാക് സ്ട്രെയിറ്റ് ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. രണ്ട് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും, രണ്ട് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പാക്ക് കടലിടുക്ക്, PALK ആണേ. പാക്ക് കടലിടുക്ക്, പാക്ക് സ്ട്രെയിറ്റ് കേട്ടോ. 23. അടുത്ത 24ാമത്തെ ചോദ്യം. ലോക ഭൂപടം നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ട് സമുദ്രങ്ങൾ എഴുതാൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞ കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര സമുദ്രങ്ങളുണ്ടെന്നാണ്. എന്നാലും ഞാൻ അതൊന്നും കൂടെ നമ്മുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന എല്ലാം കേട്ടോ. അതുകൊണ്ട് അതൊന്നും കൂടി എഴുതിയേക്കുകയാണ്. നമുക്ക് പെസഫിക് ഓഷൻ ഉണ്ട്, അതായത് പെസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, സദേൺ ഓഷൻ, ആർട്ടിക് ഓഷൻ കേട്ടോ. ഈ സദേൺ ഓഷന് ദക്ഷിണ സമുദ്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ 5 ഓഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഓഷനാണ് പെസഫിക് ഓഷൻ. ഈ 5 ഓഷനെ കുറിച്ചും ഞാൻ 3 സെൻറ്റൻസ് വീതം എഴുതിയിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾ വാരി വലിച്ച് കിടന്ന് പഠിച്ച് ഒന്നും എന്താ സോഷ്യൽ എന്ന് കേൾക്കുമ്പോഴേ ഇത്രയും പഠിക്കാൻ ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യ അല്ലേ? കൂടുതലും അല്ലേ? ഇത്രയൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യ, ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നൊക്കെ. അതുകൊണ്ട് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ് വീതമാണ് ഈ 5 ഓഷൻ്റെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങളെ, ഒന്നാമത്തെ പെസഫിക് ഓഷൻ. ഈ പെസഫിക് ഓഷൻ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഓഷനും കേട്ടോ, നമ്മുടെ ഓഷനുകളിലേക്കും ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ്. നല്ല ആഴമേറിയതുമായ സമുദ്രമാണ് പെസഫിക് ഓഷൻ കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദ പെസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ. വലുതുമാണ്, അതുപോലെ ആഴമുള്ളതുമാണ്.
എളുപ്പമല്ലേ അത് പഠിക്കാൻ? ദ പെസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ. എളുപ്പമാണേ. ഇനി നോക്കണേ, എബൌട്ട് 1/3 ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് ബൈ ദീസ് ഓഷൻ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 1/3 ഭാഗം, നമ്മുടെ ഭൂമി ഉണ്ടല്ലോ, ഭൂമി നമുക്കറിയാമല്ലോ അല്ലേ, ആ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഏത്? പെസഫിക് സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. നോക്കണേ, നമ്മുടെ ഭൂമിയെ നിങ്ങളൊന്നും അന്നേരം മനസ്സിൽ വിചാരിച്ചേ, ഈ ഭൂമിയുടെ 1/3 ഭാഗം, അയ്യോ അപ്പോൾ എത്രത്തോളം വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഭാഗത്തോളം ഏതാ? പെസഫിക് സമുദ്രത്താൽ എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് നോക്കണേ, പെസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകൾ എല്ലാ ഈ 5 സമുദ്രത്തിലെയും ഒന്നാമത്തെ ആളാരാണ്? പെസഫിക് കേട്ടോ. ഇനി അടുത്ത പെസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലൻഡ് എന്നിവയാണ്. മേജർ ഐലൻഡ് ഇൻ ദ പെസഫിക് ഓഷൻ ഏതൊക്കെയാണ് നിങ്ങളെ? ഫിലിപ്പീൻസ്, ആ പേര് വായിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ മലയാളം എഴുതിയത്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി ആൻഡ് ന്യൂസിലാൻഡ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം, അതായത് പെസഫിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചോദിച്ചിട്ടുണ്ട്. ഏതാ കുഞ്ഞുങ്ങളെ? മരിയാന ട്രഞ്ച് കേട്ടോ. മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഡീപ്പസ്റ്റ് പോയിന്റ്. ഈ 4 പോയിന്റേ ഞാൻ എഴുതിയിട്ടുള്ളൂ ഇതിനകത്തിൽ. പെസഫിക് ഓഷനെ ഒന്നാമത്തേന്ന് വെച്ചാൽ ഏറ്റവും വലുതും ആഴമേറിയതുമാണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിൽ 1/3 ഭാഗവും ഈ പെസഫിക് ഓഷനാണ്. പെസഫിക് ഓഷനിലെ പ്രധാന ദ്വീപുകൾ ഒരു 4 പേരെങ്കിലും അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഈ പെസഫിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് വെച്ചാൽ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ്. മരിയാന ട്രഞ്ച് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചേക്കണം. ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദ മരിയാന ട്രഞ്ച്. മരിയാനെന്നും മറിയാനെന്നും ഒക്കെ മരിയാന ട്രഞ്ച് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഒന്നാമത്തെ ഓഷൻ പെസഫിക് ഓഷനാണ്. അതിനെക്കുറിച്ച് 4 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. അത് 4 നല്ലപോലെ പഠിക്കണം കേട്ടോ. കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഓഷനാണ് നിങ്ങളെ അറ്റ്ലാന്റിക് ഓഷൻ. ഏതാ? അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻ. വലിപ്പത്തിൽ 1-ാം സ്ഥാനം പെസഫിക് ആണ്, 2-ാം സ്ഥാനം ആർക്കാണ്? അറ്റ്ലാന്റിക് ഓഷനാണ്. അവിടുത്തെ ഡീപ്പസ്റ്റ് ഏറ്റവും ആഴമുള്ള അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം നോക്കിക്കേ. ആ പേരൊന്ന് നോക്കണേ, ഏതാ നോക്കിയേ. അതായത് ഏറ്റവും ആഴമേറിയ ഭാഗം പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ്. വല്ല ബാബു, ശശി, സോമന് അല്ലേ, നമ്മുടെ മലമ്പുഴ ഡാം, വേറെ ഏതെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും കേട്ടിതൊക്കെ എന്തൊരു പേരുകളല്ലേ. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ ഇതൊക്കെ പഠിക്കാന്ന് വെച്ചാൽ ഒരു എന്താ, നമ്മൾ ഒരാളെടുത്ത് പറയുക അതല്ലയോ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, വേറെ ലെവലല്ലേ. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് ആണ് കേട്ടോ. പ്യൂർട്ടോ, ആ പേര് നോക്കൂ നിങ്ങളെ. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയതാ. അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാന്നാ കേട്ടോ. ഇംഗ്ലീഷ് നോക്കിയേ. മിൽവോക്കി ഡീപ്പ് ഇൻ ദ പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ്. എവിടുത്തെയാ? അറ്റ്ലാന്റിക് ഓഷനിലെ കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്, ഇമ്പോർട്ടൻ്റ് ഐലൻഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻസ് കണ്ടോ. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് കേട്ടോ. അടുത്ത മൂന്നാമത്തേതാണ് ഇന്ത്യൻ ഓഷൻ. നമ്മൾ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ടത് മാത്രമേ പഠിക്കുന്നുള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. ടെസ്റ്റിലൊക്കെ വിശാലമായിട്ട് തന്നിട്ടുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് മൂന്നാമത്തെ ഇന്ത്യൻ ഓഷനാണ്. ഇന്ത്യൻ ഓഷൻ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഷൻ. 1 പെസഫിക് കേട്ടോ, 2 അറ്റ്ലാന്റിക്, 3 ഇന്ത്യൻ. ഇന്ത്യൻ ഓഷൻ എന്ന് കേൾക്കുമ്പോഴേ എന്താ കുഞ്ഞുങ്ങളെ, നമ്മുടെ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ ഓഷൻ. പിന്നെ തന്നെയുമല്ല, ഒരു രാജ്യത്തിൻ്റെ പേരിൽ, ഏത് രാജ്യമാ, ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. ഇതാ, ഇന്ത്യൻ ഓഷൻ ഈസ് ദ ഓൺലി ഓഷൻസ് നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി അല്ലേ. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമാണ് കുഞ്ഞുങ്ങളെ ഇന്ത്യൻ സമുദ്രം. ഡീപ്പസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ പഠിച്ചു. ആദ്യമേ പെസഫിക് ഓഷൻ ആണ് കുഞ്ഞുങ്ങളെ. അതിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദ മറിയാന ട്രഞ്ച് ആണ്. രണ്ടാമത് പഠിച്ചത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അതിലെ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ്. അടുത്ത നമ്മൾ മൂന്നാമത് പഠിച്ചത് ഇന്ത്യൻ ഓഷൻ ആണ്. ഇന്ത്യൻ ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ജാവ ട്രഞ്ച് ആണ് കേട്ടോ. ജാവ പവർഫുൾ അല്ലേ. ഇന്ത്യൻ
സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതെല്ലാമാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക, ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് ഇത്രയും മാത്രം എഴുതിയാൽ മതി കേട്ടോ. 4 കുഞ്ഞു പോയിന്റുകൾ നോക്കിയാൽ. അപ്പം നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? മേജർ ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷൻസ്: ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, മാലദ്വീപ് ആൻഡ് ശ്രീലങ്ക. ഇനി അതിനകത്തിലെ ഒരു മാർക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിൽ കിടപ്പുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. ഈ മലാക്ക കടലിടുക്ക്, മലാക്ക സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അത് ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു, നിങ്ങൾക്ക് MMSൻ്റെ ഒക്കെ ചോദ്യത്തിൽ ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മലാക്ക കടലിടുക്കാണ് കേട്ടോ, മലാക്ക സ്ട്രെയിറ്റ്. അപ്പോൾ ഇനി 4ാമത്തേതാണ് സതേൺ ഓഷൻ. നമ്മൾ ഓരോ ഓഷനെ കുറിച്ചും പഠിക്കുവാണ്. ഏറ്റവും ചെറിയ പോയിന്റുകൾ നോക്കിയാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. സതേൺ ഓഷൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സതേൺ ഓഷൻ സറൗണ്ട് അന്റാർട്ടിക്ക ടു ആൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60% ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിനകത്തിലെ ഡീപ്പസ്റ്റ് പോയിന്റ് അല്ലേ, ആഴമേറിയ ഭാഗം നോക്കിയേ. സതേൺ ഓഷനിനകത്തിലെ ആഴമേറിയ ഭാഗം നോക്കൂ നിങ്ങളെ. ദ ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഓഷൻ. ആഴമേറിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച്, തിന്നാൻ കൊള്ളാവുന്നത് അല്ലേ, സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് കേട്ടോ. സാൻഡ്വിച്ച് ഏതാ? സതേൺ ഓഷൻ, സതേൺ ഓഷൻ, സാൻഡ്വിച്ച്, സതേണിൽ സാൻഡ്വിച്ച് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ച് അങ്ങ് പഠിച്ചോണം. ഇനി അവിടുത്തെ ഐലൻഡുകൾ ഏതൊക്കെയാ? അവിടുത്തെ ദ്വീപുകൾ ഡോൾമാനും ഹേഡുമാണ് കേട്ടോ. ഡോൾമാന്, ഹേഡ്. അപ്പോൾ ഈ നമ്മൾ ഓരോ ഐലൻഡുകൾ, ഓരോ ഓഷൻസ് പഠിക്കുമ്പോഴും അത് ആദ്യമേ അത് എന്താണ്, എത്രാം സ്ഥാനമാണ് അതിനുള്ളത്, അതിനകത്തിലെ ഡീപ്പസ്റ്റ് പോയിന്റുകൾ ഏതൊക്കെയാണ്, അതിനകത്തിലെ ഐലൻഡുകൾ ഏതൊക്കെയാണ് കേട്ടോ. ഈ 3 നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഇനി എൻ്റെ ലാസ്റ്റിലത്തെ നിങ്ങളെ, എൻ്റെ ലാസ്റ്റിലെ ആർട്ടിക് ഓഷൻ, 5ാമത്തെ ഓഷനാണ് ആർട്ടിക് ഓഷൻസ്. നോക്കിക്കേ, ആർട്ടിക് സമുദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ. ഭൂരിഭാഗവും ഈ ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ടാണ് ഈ ആർട്ടിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ഡീപ്പസ്റ്റ് പോയിന്റ് അവിടുത്തെ നോക്കിയേ മൊലോയി ഡീപ്പാണ് കേട്ടോ. മൊലോയി ഡീപ്പ് മീൻസ് ഗർത്തം. മൊലോയി ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഓഷൻസ് കേട്ടോ. ഏതിലാ? ആർട്ടിക് ഓഷനകത്തിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണ്? മൊലോയി ഗർത്തമാണ് ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ഗർത്തമുള്ള ഭാഗം. അവിടുത്തെ ആർട്ടിക് ഓഷൻ സീസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ വടക്കേ അതിർത്തി കൂടിയാണ്, അതിൻ്റെ അതിർത്തി കൂടിയാണ് കേട്ടോ ഏതാ? ആർട്ടിക് സമുദ്രം. അപ്പം ആർട്ടിക് ഓഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് പറയും സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാൻ എന്നൊക്കെ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ സമുദ്രത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ. ആർട്ടിക് ഓഷനെ കുറിച്ച് നിങ്ങൾ അത്രയും പ്രധാനപ്പെട്ട അത്രയും പഠിച്ചാൽ മതി. കൂടുതൽ പഠിക്കുന്നവർക്ക് പഠിക്കാം. ഞാൻ എപ്പോഴും ചുരുക്കിയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തുള്ളൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അതായത് സമുദ്രങ്ങളും അതിൻ്റെ പൊസിഷന്, അതിൻ്റെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതൊക്കെയാണ്, മേജർ ഐലൻഡുകൾ ഏതൊക്കെയാണ്. നോക്കൂ നിങ്ങളെ, ഇത് ഓർഡറിലല്ല നമുക്ക് തന്നിരിക്കുന്നത്. ടെസ്റ്റിൽ ഓർഡറിലല്ല തന്നിരിക്കുന്നത്, നമ്മൾ അതിനെ ഓർഡറിലോട്ട് മാറ്റണം. നോക്കൂ നിങ്ങളെ, സതേൺ ഓഷൻ എന്ന് വെച്ചാൽ 4ാം സ്ഥാനമാണ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് ചോദ്യമുണ്ട്, അത് നിങ്ങൾ 4th ആണ് കേട്ടോ. അവിടുത്തെ ആഴമേറിയത് സാൻഡ്വിച്ച് ട്രെഞ്ചാണ്. അവിടുത്തെ മേജർ ഐലൻഡ് ഡോൾമനും ഹേഡുമാണ് കേട്ടോ. ആർട്ടിക് ഓഷൻ എന്ന് വെച്ചാൽ 5ാം സ്ഥാനത്താണ് ആർട്ടിക് ഓഷൻ വരുന്നത്. അവിടുത്തെ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മൊലോയി ഡീപ്പാണ്. അവിടുത്തെ മേജർ ഐലൻഡ് കാനഡയിലെ ആർട്ടിക് ദ്വീപ സമൂഹമാണ് കേട്ടോ. ആർട്ടിക്കും ദ്വീപ സമൂഹവും. ഇനി പസഫിക് ഓഷൻ എന്ന് വെച്ചാൽ 1ാം സ്ഥാനത്താണ് പസഫിക് ഓഷൻ. മരിയാന ട്രഞ്ചാണ് അവിടുത്തെ ഡീപ്പസ്റ്റ് പോയിന്റ്. ഹവായി, ഫിലിപ്പീൻസ്, ജപ്പാന് അല്ലേ, ഏതാ ഹവായി, ന്യൂസിലാൻഡ്, ഇതൊക്കെ എന്താണ് മേജർ ഐലൻഡുകളാണ്. ഏതാ? പസഫിക് ഓഷൻ്റെ ആണേ. ഇനി അറ്റ്ലാന്റിക് ഓഷൻ എന്ന് വെച്ചാൽ 2ാം സ്ഥാനം വരുന്നത് അറ്റ്ലാന്റിക് ഓഷനാണ്. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചാണ് അവിടുത്തെ ഡീപ്പസ്റ്റ് പോയിന്റ്. ഐലൻഡും ഗ്രീൻലാൻഡും ഒക്കെ എന്താണ് അവിടുത്തെ മേജർ ഐലൻഡുകളാണ് കേട്ടോ. ഇന്ത്യൻ ഓഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാം സ്ഥാനമാണ്. ജാവ ട്രഞ്ചാണ് ഇന്ത്യൻ ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ശ്രീലങ്ക, ലക്ഷദ്വീപ്, മാലിദ്വീപ്, മഡഗാസ്കർ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക, ഇതൊക്കെ എന്താണ് അവിടുത്തെ മേജർ ഐലൻഡുകളാണ്. അപ്പം നിങ്ങളിത് ഞാനിത് ഈ പൊസിഷൻ നിങ്ങൾ നല്ലപോലെ ഒന്ന് നോക്കണം കേട്ടോ.
കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നാം സ്ഥാനം ഏതാ കുഞ്ഞുങ്ങളെ? ഒന്നാം സ്ഥാനം നമ്മുടെ പസഫിക് ഓഷനാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം അന്റാർട്ടിക് ഓഷനാണ്. 3 ഇന്ത്യൻ ഓഷനാണ്. 4 സതേൺ ഓഷനാണ്. 5 ആർട്ടിക് ഓഷനാണ്. ഇത് നിങ്ങൾ ആ നമ്പർ മറന്നു പോകരുത് കേട്ടോ. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അവിടുത്തെ ഡീപ്പസ്റ്റ് പോയിന്റ്, ഏറ്റവും ആഴമേറിയ, ഈ ഓരോ സമുദ്രത്തിലെയും ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ദ്വീപുകളുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 30ാമത്തത്. അടുത്ത 31ാമത്തത് സമുദ്രജലവും ചലനവും. നമ്മൾ ഇവിടെ മുതലാണ് ഇനി നോട്ട് തരാനുള്ളത്. എന്താവും നിങ്ങൾ ഈ തിരമാലകൾ എന്നാൽ എന്താണ് അല്ലേ? നമ്മൾ തിരമാല കാണാനൊക്കെ അല്ലേ എല്ലാവരും ഒന്നും ഇല്ല, കുറേ പേരൊക്കെ തിരമാലകളൊക്കെ കണ്ടിട്ടുള്ള, മിക്കവാറും ഉള്ളവരൊക്കെ ഇപ്പം കണ്ടിട്ടുള്ള അല്ലേ, സ്കൂളിൽ നിന്ന് ടൂർ പോകുകയാലും എങ്ങനെയായാലും കണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, തിരമാലകൾ എന്നാൽ എന്ത്? വേവ്സ് ആർ മൂവ്മെന്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഓഷൻസ്. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചലനമാണ് ഈ തിരമാലകൾ എന്ന് പറയുന്നത്. കാറ്റ് സമുദ്ര ഉപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ എന്ന് പറയുന്നത്. ദ എനർജി ഫ്ലോ ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ദ സർഫേസ് ഓഫ് ദ സീസ്. കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്ര ഉപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നുണ്ട്. Waves are usually formed when the wind blows over the surface of the water. ജലോപരിതലത്തെ ഇത് സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായിട്ട് തിരമാലകൾ ഉണ്ടാകുന്നത്. These continuous ups and downs of the ocean's water are called waves. നമ്മുടെ സമുദ്രജലത്തിൽ തുടർച്ചയായ ഉയർച്ച താഴ്ചകളാണ് കുഞ്ഞുങ്ങളെ തിരമാലകൾ എന്ന് പറയുന്നത്. കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലിപ്പവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2-3 പോയിന്റ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന അത്രയും. തിരമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. എന്താ? വേവ്സ് ആർ മൂവ്മെന്റ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഓഷൻ അല്ലേ? കാറ്റ് സമുദ്ര ഉപരിതലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചലനമാണ് തിരമാലകൾ അല്ലേ? ഇതോ ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നുണ്ട് കാറ്റുകൊണ്ട് അല്ലേ? അങ്ങനെ ഞാൻ ഇവിടെ 2-3 പോയിന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അത്രയും പഠിക്കുക കേട്ടോ. തിരമാലകളെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് 32ാമത്തെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങൾ? എന്താണെന്നറിയോ? സമുദ്രജല ചലനങ്ങളിൽ തിരമാലകൾ കൂടാതെ വേലിയേറ്റ വേലിയിറക്കങ്ങളും സമുദ്രജല പ്രവാഹങ്ങളും ഉണ്ട്. നമ്മുടെ സമുദ്രം അല്ലേ, നമ്മൾ ഓഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഓഷനിൽ ചലനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, വാട്ടർ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തിരമാലകൾ കൂടാതെ നമ്മൾ നോക്കുമ്പോൾ തിരമാല അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു അല്ലേ, നമ്മൾ നോക്കുമ്പോൾ അതേ പോകുന്നുള്ളൂ. പക്ഷേ വേലിയേറ്റ വേലിയിറക്കവും ഉണ്ട്, സമുദ്രജല പ്രവാഹങ്ങളും ഉണ്ടാകുന്നുണ്ട്. In addition to the waves, ocean water movement include high tide. High tide ആണ് കുഞ്ഞുങ്ങളെ വേലി ഏറ്റവും, ലോ ടൈഡ് വേലി ഇറക്കവും, അങ്ങോട്ടും കയറും തിരിച്ചു ഇറങ്ങും അല്ലേ. അതുപോലെ ഓഷൻ കറണ്ട്, സമുദ്രജല പ്രവാഹങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വേലിയേറ്റ വേലി ഇറക്കങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? വേലിയേറ്റവും വേലി ഇറക്കവും എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയും? നോക്കിക്കേ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ ആൻഡ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നോ റിസൾട്ട് ഇൻ ദ റൈസ് ആൻഡ് ഫാൾ ഓൺ ദ സീ ലെവൽ ദാറ്റ് ആർ കാൾഡ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും. എന്താ നിങ്ങളെ? ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ചോദിച്ചു ഓഷൻ കറണ്ട്. അപ്പോൾ എന്താ? സമുദ്രജല പ്രവാഹങ്ങൾ. ഓഷൻ കറണ്ട് ആർ ഫിനോമിന ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ എ ഫിക്സഡ് ചാനൽ കണ്ടിന്യൂസ്ലി. സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായിട്ട് ഇങ്ങനെ ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് കേട്ടോ. 34. അടുത്ത 35. നമ്മുടെ ടെസ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഓഷൻസ് മൂവ്മെന്റിനെ കുറിച്ച് കേട്ടോ. ഓഷൻസ് മൂവ്മെന്റ് ആൻഡ് ഇംഗ്ലീഷാണ് മേളിൽ എഴുതിയേക്കുന്നത്. വേവ്സ്, വേവ് എന്ന് വെച്ചാൽ തിരമാലകൾ. മൂവ്മെന്റ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഓഷൻസ്. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ചലനം കേട്ടോ. ഇംഗ്ലീഷുകാർ അത് എഴുതുക, മലയാളംകാർ ഇത് എഴുതുക. രണ്ടാമത്തത് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് അല്ലേ, വേലിയേറ്റവും വേലിയിറക്കവും. ഈ ഫിനോമിനൻ ഓഫ് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് സീ ലെവൽ ഓഫ് ഫിക്സഡ് ഇന്റർവെൽസ്. സമുദ്ര ജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കേട്ടോ.
രണ്ടാമത്തത്. 3 ഓഷൻ കറണ്ട്, സമുദ്രജല പ്രവാഹം. എ ഫിനോമിനൻ വിച്ച് വാട്ടർ ഫ്ലോ ത്രൂ ദ ഓഷൻ ഈസ് എ ഫിക്സഡ് ഡയറക്ഷൻസ് ത്രൂ എ ഫിക്സഡ് പാത്ത്. സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായ ജലം ഒഴുകുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ടെസ്റ്റിൽ നമ്മുടെ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആവും നിങ്ങളെ ഇത് ഇംഗ്ലീഷും ഇത് മലയാളമാണ് കേട്ടോ. അടുത്ത്, ഡു യു നോ വൈ സീ വാട്ടർ ഈസ് സാൾട്ടി? എന്തുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സമുദ്രജലം നമ്മൾ പറഞ്ഞു എത്ര ശതമാനമാണ് സാൾട്ടി ഇതുള്ളത്? എത്രയായിരുന്നു? 97% ഉപ്പുവെള്ളമാണ് അല്ലേ, 3% മാത്രമേ ഉള്ളൂ നല്ല ശുദ്ധമായ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സമുദ്രജലത്തിന് ഉപ്പുരസം ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? മിനറൽ സാൾട്ട് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫ്രം ആൾ സോഴ്സസ്, but the amount of salt in seawater is comparatively high. That is why seawater remains salty. Salinity in the total amount of all the minerals salt dissolved in water. അതിൻ്റെ മലയാളം കുഞ്ഞുങ്ങളെ, എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിനും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാ കേട്ടോ ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജല ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് ലവണത്വം അല്ലെങ്കിൽ സലൈനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു മാർക്കിന് നമ്മളോട് ചോദിക്കാൻ കുഞ്ഞുങ്ങളെ എന്താണ് സലൈനിറ്റി കേട്ടോ. ലവണത്വം എന്നാൽ എന്താണ്? അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പുരസം ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യമാണ്. അതിനകത്ത് തന്നെ സലൈനിറ്റി ഉണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 36. അടുത്ത 37ാമത്തെ ചോദ്യം, സമുദ്രവും മനുഷ്യരും തമ്മിൽ കേട്ടോ. സമുദ്രവും മനുഷ്യരും തമ്മിൽ. ഓഷൻസ് ആർ ദ സോഴ്സസ് ഓഫ് പ്രീഷ്യസ് റിസോഴ്സസ്. അമൂല്യമായ വിഭവങ്ങളുടെ ഉറവിടമാണ് കുഞ്ഞുങ്ങളെ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അമൂല്യമായ വിഭവങ്ങളുടെ ഉറവിടമാണ് സമുദ്രങ്ങൾ. ഹ്യൂമൻ ബീയിങ് ഹാവ് ഡിപ്പെൻഡഡ് ഓൺ ഓഷൻസ് ഫോർ ദെയർ ലിവ്ലിഹുഡ് സിൻസ് ആൻഷ്യൻ്റ് ടൈംസ്. പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കുന്നു. പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കുന്നു. എലോങ് വിത്ത് സീ ഫുഡ് ഓഷൻസ് പ്രൊവൈഡ് അതർ റിസോഴ്സസ് ആസ് വെൽ. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റ് വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നുണ്ട്. മെരിടൈം ട്രാൻസ്പോർട്ടേഷൻസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും സമുദ്ര ഗതാഗതം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ സമുദ്ര ഗതാഗതം സമുദ്രവും മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ എന്താണ് രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങളിൽ നിലനിർത്തുന്നതിന് തന്നെ നമ്മുടെ സമുദ്ര ഗതാഗതം സഹായിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ സമുദ്രങ്ങൾ വഴിയായിരുന്നു ബോട്ടുകളും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് നമ്മുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ നടത്തിയതൊക്കെ ഇല്ലേ. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യലി കുറേ പഠിച്ചതാണ്. ഇനി എന്താണ് സമുദ്രജല മലിനീകരണം എന്ന് വെച്ചാൽ 38 ഓഷൻസ് ഫേസ് സെവറൽ ചലഞ്ചസ്. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ. പൊല്യൂഷൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. അതിൽ മലിനീകരണം സമുദ്രങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഡംപിങ് ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആർ എ ത്രെറ്റ് ടു ദ മറൈൻ എക്കോസിസ്റ്റം. രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഭീഷണിയാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മലയാളം ഇംഗ്ലീഷും കൂടെ ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് നോക്കൂ കുഞ്ഞുങ്ങളെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ എഴുതി കേട്ടോ. സമുദ്രജല മലിനീകരണം എന്താണ്? ഓഷൻസ് ഫേസ് സെവറൽ ചലഞ്ചസ് അല്ലേ. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പൊല്യൂഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡംപ് ചെയ്യും നമ്മൾ ഓരോ കെമിക്കലും ഓരോന്നൊക്കെ കൊണ്ടുവന്ന് എല്ലാം എന്ത് ചെയ്യുന്നു, വെള്ളത്തിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് തട്ടുക അല്ലേ. മലിനീകരണത്തിന് സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം മലിനീകരണം തന്നെയാണ് അല്ലേ. രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക്, എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതൊരു ഭീഷണിയാണ് കേട്ടോ. 38, 39ാമത്തേത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ, വേസ് ടു കൺസർവ് ഓഷൻസ്. നമുക്ക് സമുദ്രജല സംരക്ഷണ മാർഗ്ഗങ്ങൾ, സമുദ്രങ്ങളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഒന്ന്, പ്രിവെൻറ്റ് പ്ലാസ്റ്റിക്, കെമിക്കൽസ് എക്സെട്ര ഫ്രം റീച്ചിങ് ദ ഓഷൻസ്. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ മുതലായ സമുദ്രത്തിലേക്ക് എത്തുന്നത് നമ്മൾ തടയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതിനകത്ത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടോ, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു 4 എണ്ണം പഠിച്ചാൽ മതി. 5-6 ഒക്കെ കൊടുത്തിട്ടുണ്ടോ, നിങ്ങളൊരു 4 എണ്ണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കീപ്പ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻസ്. തീരങ്ങളെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷൻസ്. സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക. പ്രിസർവ് ദ മറൈൻ എക്കോസിസ്റ്റം. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു 4 സെൻറ്റൻസ് ടെസ്റ്റിൽ 5-6 കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലെ ചെറുത് നോക്കി നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന നോക്കി 4
4 എഴുതിയതേ ഉള്ളൂ. അപ്പം നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വൺ വേർഡ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഈ ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇനി ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അപ്പം ഈ ചാപ്റ്ററിലെ 1 മാർക്കിൻ്റെയൊക്കെ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഇതുവരെ വായിച്ചതിൻ്റെ 1 മാർക്കെല്ലാം കൂടെ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാവരും എഴുതിയെടുക്കുന്നേ ഉള്ളൂ നിങ്ങളെ. ആരും ലൈക്കും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല കേട്ടോ. സബ്സ്ക്രൈബ് പോലും ചെയ്യാതെ എഴുതിയെടുക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്യണേ, ഒരു ഹൈപ്പും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.